നമ്മളിനി വിശദമായി കിടക്കുന്നത് അറബിക്കടലിലെ ആ ദുരന്ത വാർത്തയിലേക്കാണ്. കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ അത് വിശദമായി തന്നെ പരിശോധിക്കപ്പെടുകയാണ്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ്. അപകടാവസ്ഥയിനാൽ കപ്പലിൽ തുടരുകയായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 3 പേരെ നാവികസേന ഇതിനിടയിൽ രക്ഷപ്പെടുത്തിയിരുന്നു. മുങ്ങുന്നതിനിടെ ഇന്ന് രാവിലെ കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണു. രക്ഷാപ്രവർത്തനത്തിനിടെ നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ കണ്ട ദൃശ്യങ്ങളല്ല. ഇന്നലെ ഏറെക്കുറെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ നിലയിലായിരുന്നു കപ്പലെങ്കിൽ ഇന്ന് അത് പൂർണ്ണമായും ചെരിഞ്ഞ് കടലിലേക്ക് വീണ അവസ്ഥയിലാണ്. കൂടുതൽ കണ്ടെയ്നറുകളും വെള്ളത്തിലേക്ക് വീണു എന്നതാണ് സാഹചര്യം. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ കണ്ടെയ്നറുകൾ കടലിൽ വീണത് ഉണ്ടാകുന്നത് എന്നതാണ് സാഹചര്യം. രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്ന 24 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു. സമയോചിതമായ ഇടപെടൽ കോസ്റ്റ് ഗാർഡും നാവികസേനയും അവിടെ നടത്തി എന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഇത്തരമൊരു അപകടം നടന്നു. രക്ഷിക്കണം, രക്ഷാ സന്ദേശം, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിളി നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും ലഭ്യമാവുന്നു. ഉടൻ തന്നെ ആക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. കൊച്ചി തീരത്തിൽ നിന്നും 70 കിലോമീറ്ററോളം അകലെയുള്ള രാജ്യാന്തര കപ്പൽ ചാലിലൂടെ കടന്നു പോയിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെടുന്നത്. അവിടെ പെട്ടെന്ന് എത്തുന്നു, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു. കൂടുതൽ ആളുകളെ മാറ്റി കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ അതിന് സമീപത്തേക്ക് കൊണ്ടുവന്ന് അവരെ അവിടേക്ക് രക്ഷിച്ചു മാറ്റുന്നു. ഒപ്പം തന്നെ കൂടുതൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് അവിടെ സൗകര്യങ്ങൾ അവിടെ ഒരുക്കുന്നു, ഡോക്ടർമാരുടെ സംഘത്തെ ഒരുക്കുന്നു. അങ്ങനെ വളരെ വേഗത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്. പക്ഷേ ഈ കപ്പൽ അപകടമുണ്ടാക്കുന്ന ആശങ്ക അതൊരു വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇടവെക്കുമോ എന്നതാണ്. കാരണം കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെ മറൈൻ ഓയിലാണ്. സൾഫർ കണ്ടന്റുകൾ അടങ്ങിയ മറൈൻ ഓയിലുകൾ ഉള്ളടക്കമായി വരുന്നതിനാൽ തന്നെ അത് കടലിലും പ്രദേശങ്ങൾക്കും വലിയ പാരിസ്ഥിതിക നാശമുണ്ടായേക്കാം. എന്ന് മാത്രമല്ല, തീരത്തേക്ക് കണ്ടെയ്നറുകൾ വന്നടിഞ്ഞാൽ, കണ്ടെയ്നറുകളിൽ നിന്നും ചോർച്ചയുണ്ടായാൽ, അതല്ലെങ്കിൽ ആളുകൾ അത് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ അതിഗുരുതരമായ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടവച്ചേക്കാമെന്ന ആശങ്ക കൂടി വരുന്നുണ്ട്. പതിച്ച കണ്ടെയ്നറുകൾ ഉച്ചയോടെ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ തീരത്തടിയാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. കപ്പൽ അപകടത്തിൻ്റെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട്. എണ്ണച്ചോർച്ച ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് എല്ലാ തലങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. എണ്ണച്ചോർച്ച ഉണ്ടായാൽ സ്ഥിതി ഗുരുതരമാകുമെന്നതാണ് അവസ്ഥ. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച യോഗം ചീഫ് സെക്രട്ടറി വിളിച്ച യോഗവും ചേരുന്നുണ്ട്. ഒപ്പം അവിടുത്തെ സാഹചര്യങ്ങളും നിർണായകമാണ്. നവമി ദിനേശും ബി അരുണുമുണ്ട്. ആദ്യം നവമി, നിലവിലെ സാഹചര്യത്തിൽ കപ്പൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ പുറത്തു വന്ന ചിത്രം തന്നെ വ്യക്തമാണ്. ഇതോടുകൂടി അതിലുണ്ടായിരുന്ന പൂർണ്ണമായും എല്ലാ കണ്ടെയ്നറുകളും വെള്ളത്തിൻ്റെ മുകളിലാണ്, അത് ഒഴുകി നടക്കുകയാണ്. എന്താണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ? അവിടുത്തെ രക്ഷാപ്രവർത്തന നീക്കങ്ങൾ എവിടം വരെയാണ് നടന്നിരിക്കുന്നത്? സജിത്ത് സൂചിപ്പിച്ചതുപോലെ എല്ലാ കണ്ടെയ്നറുകളും ഈ കപ്പൽ ആകെ മുങ്ങിയിരിക്കുകയാണ്. കണ്ടെയ്നറുകളെല്ലാം കടലിൽ തന്നെയാണ്. അതിൽ ചിലതൊക്കെ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, മറ്റു ചിലതാണ് തീരത്തേക്ക് അടിയാൻ സാധ്യത എന്നതാണ് വിദഗ്ധരടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തീരത്തടിയുന്ന കണ്ടെയ്നറുകളിൽ നിന്നാണ് വലിയ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇതിൽ മാരകമായിട്ടുള്ള ഓയിലുണ്ട്, മറൈൻ ഓയിൽ, സൾഫേറ്റിന്റെ ഘടകം അടങ്ങിയിട്ടുള്ള ഓയിലുണ്ട്. ഇതാണ് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെക്കുന്ന, ഈ മത്സ്യങ്ങൾക്കടക്കം ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്നൊരു ഓയിലാണ് അതിലുള്ളത്. അത് പരമാവധി എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കൂടി കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അത് പൂർണ്ണമായും നമുക്ക് അതിനെ നിയന്ത്രിക്കുവാനും കഴിയില്ല. അത് തീരത്തേക്ക് അടിയുക എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള മറ്റൊരു സാഹചര്യം. അങ്ങനെ തീരത്തേക്ക് അടിഞ്ഞാലും ആളുകളൊക്കെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പോലീസിനെ വിവരം അറിയിക്കുക, അങ്ങനെ കണ്ടെയ്നറുകൾ, കാർഗോ കണ്ടു കഴിഞ്ഞാൽ 112ൽ വിളിച്ച് പോലീസിനെ കൃത്യമായി വിവരം അറിയിക്കുക, കോസ്റ്റ് ഗാർഡിനെ അറിയിക്കുക എന്ന നിർദ്ദേശമൊക്കെ നൽകുന്നുമുണ്ട്. ഇനി നമ്മൾ കപ്പലിലേക്ക് വന്നാൽ, ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെല്ലാവരും സുരക്ഷിതരാണ്. ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും മറ്റൊരാളും, ഇവരെ 3 പേരെയും കൂടി ഈ നേവിയുടെ ജെട്ടിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ, ഉടനെ തന്നെ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊണ്ടുവരുമെന്നാണ്
നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബാക്കി 21 പേരെ കോസ്റ്റ് ഗാർഡിന്റെ ഫോർട്ട് കൊച്ചിയിലുള്ള ജെട്ടിയിലേക്കുമായിരിക്കും എത്തിക്കുക. അവർക്ക് ആദ്യമായി ഈ വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ അത് നൽകുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയോളം അവർ ജീവന് വേണ്ടി മല്ലിട്ടതാണ്. അവർക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്കൊരു വൈദ്യ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യം ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമമായിരിക്കും ഇനി അടുത്തതായി നടക്കുക. എന്തായാലും അവരെ തീരത്തേക്ക് കൊച്ചിയുടെ വിവിധ ഇടങ്ങളിലേക്ക് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ജെട്ടികളിലേക്കായിരിക്കും ഇവരെ എത്തിക്കുക. അതിൽ ക്യാപ്റ്റനെ അടക്കം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നു, ആ ഷിപ്പിൽ നിന്ന് മാറ്റിയിരുന്നു. അത് ഇനി ആ ഷിപ്പിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അതിലെ ഷിപ്പിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു, അത് നടന്നില്ല. പിന്നീട് ഈ ടോ ചെയ്ത് വലിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തി, പക്ഷേ അതും വിഫലമായി. പിന്നീട് ചെയ്യാവുന്നത് ഈ കണ്ടെയ്നറുകൾ മാറ്റി അതിനെ ഒന്ന് ബാലൻസ് ചെയ്യുമോ എന്നൊക്കെ അവർ പരിശോധന നടത്തിയെങ്കിൽ പോലും അതിനോടകം തന്നെ കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ആ ശ്രമങ്ങളെല്ലാം വിഫലമായതിനെ തുടർന്നാണ് ക്യാപ്റ്റൻ അടക്കമുള്ളവരെ മറ്റ് ഷിപ്പിലേക്ക് മാറ്റി, നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ ഷിപ്പിലേക്ക് മാറ്റി അവരെ കരയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഒപ്പം ഈ ഓയില് ലീക്കാകുന്നു എന്നൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ തടയാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജീവനക്കാരെ സംബന്ധിച്ച് അവരെല്ലാം സുരക്ഷിതമാണ്. അടുത്ത നമ്മൾ നേരിടുന്ന വെല്ലുവിളി ഈ കണ്ടെയ്നർ, ഈ കാർഗോയിലുള്ള ഓയിലുകൾ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുമോ എന്നൊരു കാര്യമാണ്. അതിന് വലിയ രീതിയിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭയപ്പെടേണ്ട കാര്യമില്ല, ജാഗ്രത മതി. അത് ആ കണ്ടെയ്നറുകൾ വന്നാൽ അതിന്റെ അടുത്തേക്ക് പോവുകയോ അതിനെ തൊടുകയോ അല്ലെങ്കിൽ ഇതിനെ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ആളുകൾ കൂടുകയോ ഒന്നും ചെയ്യരുത്. കണ്ടെയ്നറുകൾ മാറ്റുമ്പോൾ അവർക്ക് വേണ്ട സഹായം നൽകുക, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അങ്ങനെ ജനങ്ങൾ സ്വയം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇതിന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ വന്നു നിൽക്കരുത്. കാരണം അത്രയും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ അപ്പോഴും വ്യക്തമാകുന്നത് അപകടമൊന്നുമില്ലാതെ ഇതിനെ കൃത്യമായി തന്നെ സുരക്ഷിതമായി തന്നെ കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ജീവനക്കാരെ വേണ്ടിയിട്ടുള്ള അവർക്ക് തീരത്തേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട വൈദ്യസഹായം അടക്കം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സജിത്. ഓക്കെ, നവമി തുടരുക. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനിടയിൽ വി അരുൺ തിരുവനന്തപുരത്തുണ്ട്. അരുണ്, ഈ കപ്പൽ അപകടം ഒരുപക്ഷെ ജീവനക്കാരെ രക്ഷപ്പെടുത്തി, പക്ഷേ അതിനപ്പുറം അത് ഉണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതിക ആഘാതം ചെറുതായിരിക്കില്ലല്ലോ. അത് മുന്നിൽ കണ്ടുള്ള തയ്യാറെടുപ്പാണല്ലോ നടത്തുന്നത്. കാരണം നമുക്കറിയാം, ഇന്നലെ ആ അപകടം വന്നപ്പോൾ തന്നെ ആദ്യം പുറത്തു വന്ന വാർത്ത കണ്ടെയ്നറുകൾ വരുന്നുണ്ട്, ജാഗ്രത പാലിക്കുക എന്നതാണ്. കപ്പൽ അപകടം എന്ന വാർത്തയ്ക്ക് മുമ്പ് പ്രയോറിറ്റി നമ്മൾ അതിനാണ് കൊടുത്തത് പോലും. കാരണം സാഹചര്യം അതാണ്. എന്തായാലും കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇതിൽ ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയിൽ ഒരു പക്ഷേ ഉച്ചയോടുകൂടി കണ്ടെയ്നറുകൾ എത്തിയേക്കാമെന്നതാണ് സാഹചര്യം. എന്താണ് നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും പൊതുവിലും ഈ സാഹചര്യങ്ങളെ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? എന്ത് തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്? സ്ഥലത്ത് വലിയ ആശങ്കയോടും അതോടൊപ്പം